ഇന്ന് നമുക്ക് പൂരിയുടെയും ചപ്പാത്തിയുടെയും കഴിക്കാൻ പറ്റുന്ന കൊഴുത്ത ചാറോട് കൂടി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഒരു ചൂടായ പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ആ സെയിം പാനിലോട്ട് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസും 3 മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുത്ത് 2 തക്കാളി പ്യൂരിയാക്കിയതും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ 1/2 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫൈനലി മല്ലിയിലയും കുറച്ച് പച്ചമുളക് കീറിയത് വിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി.